സിനിമാ മേഖലയിലെ ലൈംഗിക പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. സിദ്ദിഖിനെതിരെ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനും ജാമ്യമില്ലാ കേസ്. പരാതിക്കാരുടെ മൊഴിയെടുത്തു. ഷൂട്ടിംഗ് സെറ്റിൽ നടൻ കടന്നുപിടിച്ചെന്ന പരാതിയിൽ യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. എല്ലാ നിയമവശവും പരിശോധിച്ച നടപടിയെന്ന് DIG അജിത ബീഗം. വിവാദങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതി അംഗത്വം മുകേഷ് MLA ഒഴിയും. സമിതിയിൽ നിന്ന് രാജി ആവശ്യപ്പെട്ട് CPIM. ഉടൻ തീരുമാനമെടുത്ത് പാർട്ടി അറിയിക്കാൻ നിർദ്ദേശം. സമിതിയിൽ നിന്ന് B ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അമ്മായി എക്സിക്യൂട്ടീവിലെ കൂട്ടരാജിയിൽ അംഗങ്ങൾക്കിടയിൽ ഭിന്നത. രാജി തീരുമാനത്തെ എതിർത്ത് ജഗദീഷും ടോവിനോയും അടക്കം 5 പേർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന 10ാം നാൾ പ്രതികരിച്ച ഫെഫ്ക. ലൈംഗികാതിക്രമം നടത്തിയവരുടെ പേരുകൾ പുറത്തുവരണമെന്ന് സംഘടന. അനുനയ നീക്കം സജീവം. പീഡന കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കാൻ ബംഗാൾ സർക്കാർ. മമതാ ബാനർജിയുടെ നീക്കം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെ 10 ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യും. ബന്ദിനിടെ ബംഗാളിൽ വ്യാപക അക്രമം. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുടക്കാൻ കേന്ദ്ര സർക്കാർ. 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പദ്ധതിക്ക് 3,806 കോടി മുതൽ മുടക്ക്. രാജ്യത്ത് 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ DNA പരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ജില്ലാ കളക്ടർ DR മേഘശ്രീ. പുത്തുമലയിൽ സംസ്കരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ഒരാളുടെ തന്നെ 1-ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി സ്ഥിരീകരണം.